എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വളരെ നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 4 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കടച്ചക്കയും ചക്കക്കുരുവും കൊണ്ടുള്ള കറിയാണ് ആദ്യം തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു കടച്ചക്ക തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരുവും ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 25 ചെറിയ ഉള്ളിയുണ്ട്. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്തുവരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഉള്ളി നന്നായി ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയും ചക്കക്കുരുവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചെടുക്കുന്ന പോലെ അതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇത് ചട്ടിയിൽ നമ്മൾ ആവി കയറാൻ വെച്ചിരുന്ന നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടി വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് ഫ്ലെയിം നന്നായി സിമ്മിലാക്കി 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കക്കുരുവും കടച്ചക്കയും ചേർത്തുള്ള ഒരു ഐറ്റം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അടുത്തത് സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു മുട്ട രസമാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 8 അല്ലി വെളുത്തുള്ളിയും 10 ചുവന്നുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പുളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിയിരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത് ചേർത്ത് കൊടുത്തില്ല, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി വെച്ചേക്കണം. ഈ ഒരു രീതിയിൽ മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് മുട്ട വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് മുട്ട രസം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മുട്ട രസം റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളായി തന്നെ ഈ ഒരു കറിയും തയ്യാറാക്കിയെടുക്കാം. അടുത്തത് കപ്പയും ഉണക്കമീനും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു തനി നാടൻ ഐറ്റമാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 3/4 കിലോ കപ്പയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായി കഴുകി കുറച്ച് വെള്ളത്തോടെ തന്നെ നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനാവശ്യമായ ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്നാൽ കപ്പ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 5 ഉണക്ക മത്തി കഴുകി ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുത്തൊന്ന് പൊരിച്ചെടുക്കാം. മത്തി ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 4-5 വറ്റൽമുളകും കൂടി അതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം. മത്തി ഒരു സൈഡ് പരുവാകുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. മുളക് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. മത്തി 2 സൈഡും നന്നായി മൊരിഞ്ഞു വരുമ്പോൾ അതും എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള എണ്ണ നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ വറുത്ത് വെച്ച വറ്റൽമുളകും 4-5 ചെറിയ ഉള്ളിയും ഉണക്കമീൻ മുള്ളെല്ലാം കളഞ്ഞ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി നേരത്തെ മീൻ വറുത്ത എണ്ണ ബാക്കിയിരുന്നതിലേക്ക് കുറച്ച് കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കപ്പ 1 മിനിറ്റോളം ഈ അരപ്പിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു. അടുത്തത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയ ഒരു മുളക് തിരുമ്മിയതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. പിന്നീട് 6-7 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചതച്ചിടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതുപോലെ നന്നായി ഒന്ന് കളർ മാറി ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ 10 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. വറ്റൽമുളക് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി 2-3 തണ്ട് കറിവേപ്പിലയും അതേ എണ്ണയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അത്രയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇത് മിക്സിയിലങ്ങും ഇടാതെ കൈ കൊണ്ട് തന്നെ ഇതേ രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിങ്ങനെ തിരുമ്മി എടുക്കുമ്പോഴൊക്കെ നല്ലൊരു മണമാണ്. എണ്ണയിലിട്ട് മൂപ്പിച്ച് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നത് കൊണ്ട് തന്നെ കൈ വെച്ച് തിരുമ്മി യോജിപ്പിക്കാനും എളുപ്പമാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കൈവച്ച് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. സ്ക്വയർ പീസസ് ആണ്. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലേക്കിട്ട് കുതിർത്തിയെടുക്കാം. ഇനി സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും കൈകൊണ്ടെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ആദ്യമേ മുളകിൻ്റെ കൂടെ ഇട്ട് കൊടുക്കരുത്. മുളക് അപ്പോൾ സവാളയുടെ നനവ് കൊണ്ട് മുളക് ഉടയാൻ പാടായിരിക്കും. അതുകൊണ്ട് ആദ്യം എല്ലാം തിരുമ്മി യോജിപ്പിച്ചിട്ട് വേണം സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ രീതിയിലെല്ലാം നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുളിയും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയുടെയും മുളകിൻ്റെയും ഒക്കെ കുറേശ്ശെയായിട്ട് കഷ്ണങ്ങളായിട്ട് കിടക്കുമ്പോഴാണ് നമുക്ക് ചോറിലിട്ട് ഇളക്കി തിന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതുകൂടെ കടിക്കാൻ കിട്ടുന്നത്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ നേരത്തെ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുളക് തിരുമ്മിയതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുറേ പേർക്ക് ഈ റെസിപ്പി അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ചോറിൻ്റെ കൂടെയോ പുഴുക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. ഈ മുളക് തിരുമ്മിയതുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒരു കറികളുടെയും ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എണ്ണയിൽ കിടന്ന് മൂത്ത് വന്ന വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ സ്വാദ് അപാരം തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ മുളക് തിരുമ്മിയത്. കറി വയ്ക്കാനൊക്കെ മടിയുള്ള സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.